നമസ്കാരം. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ ലക്ഷ്മീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാല. അത് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് മിൽക്ക് മിസ്സിൻ്റെ പനീരാണ്. ഇന്ന് എന്തൊക്കെയാണ് ചേരുവകളെന്ന് കാണാം. 250 ഗ്രാം മിൽക്ക് മിസ്സിൻ്റെ പനീർ, 2 ടൊമാറ്റോ അരിഞ്ഞത്, 2 സ്പൂൺ ബട്ടർ, 2 സബോള അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് മുളക് പൊടി. പാൻ ചൂടായി ബട്ടർ ഇട്ട് അല്പസമയം വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ബട്ടർ ചൂടായി അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി 1 സ്പൂൺ ചേർത്ത് അതിൻ്റെ വാട പോയി കഴിഞ്ഞിട്ട് വരയ്ക്കും ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, അതിൻ്റെ അത് 1 സ്പൂൺ ഇഞ്ചി ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ വാട പോകുന്നതിനും ഇളക്കി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ചേർക്കുക. സവാള ഒന്ന് വാടിക്കഴിഞ്ഞ് അതിൻ്റെ അകത്തോട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുന്നു. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സവാള ഇട്ട് എല്ലാവരും നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കുക. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് 2 ഏലക്കായും ലോങ്ങും പട്ടയും ചേർത്തിട്ടുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഓപ്ഷനല്ല. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ഗരം മസാല പൊടി. ഗരം മസാലയുടെ കൂട്ടി കുറച്ച് ജീരകം, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇനി അതിൻ്റെ അകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ അരിഞ്ഞ് ഇപ്പോൾ എല്ലാ മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി. ഇപ്പം നമ്മൾ എല്ലാം ചേർത്ത് മസാല നന്നായിട്ട് വഴറ്റി വന്നു. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ പനീർ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇളക്കി നന്നായിട്ട് മസാല പിടിപ്പിക്കുക. ഇനി അതിലോട്ട് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ആദ്യം നമ്മൾ അല്പം ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് അതിലോട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് അത് നല്ല ഫ്രൈ ആകുന്ന പോലെ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ട് പുരട്ടി എടുക്കുക. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഷുഗർ വേണമെങ്കിൽ. നമ്മളുടെ പനീർ ബട്ടർ മസാല റെഡിയായി.